പ്രശാന്ത്, നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് കേരളം. ഇനി ദിവസങ്ങൾ എന്നോണം പറയുന്ന മാസങ്ങൾ മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. അപ്പോൾ ആന്റണി രാജു എന്ന MLA, മുൻ മന്ത്രി, ഇനി അദ്ദേഹത്തിന് മത്സരിക്കാനാകുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കേസിലെ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇതുവരെ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഇപ്പോൾ അത് കോടതി കൂടി കുറ്റക്കാരനെന്ന് വിധിക്കുമ്പോൾ എങ്ങനെയാകും ഇനി ആന്റണി രാജുവിന് കേരള രാഷ്ട്രീയത്തിലുണ്ടാകുന്ന സ്ഥാനം? പക്ഷേ 1951 ജനപ്രാതിനിധ്യ നിയമം ആന്റണി രാജുവിന് തിരിച്ചടിയാകും. ആ ശിക്ഷാവിധി വരുമ്പോൾ മാത്രമേ അതിലൊരു വ്യക്തത വരൂ. കാരണം 2 വർഷത്തിന് മുകളിലാണ് ആന്റണി രാജുവിന് ഈ വകുപ്പുകളിൽ ശിക്ഷ ലഭിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് MLA സ്ഥാനം സ്വാഭാവികമായും നഷ്ടമാകും. ഈ നിയമസഭയുടെ കാലാവധി കഴിയാൻ ഇനി 2 മാസം 3 മാസത്തിൽ മാത്രമേ കാലാവധിയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്നത് 2 വർഷത്തിന് മുകളിലാണ് ഈ ശിക്ഷയെങ്കിൽ അദ്ദേഹത്തിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. അതായത് 6 വർഷത്തേക്ക് ഇത്തരത്തിൽ 2 വർഷത്തിന് മുകളിൽ ഒരു MLA ശിക്ഷിക്കപ്പെട്ടാൽ MLA സ്ഥാനം നഷ്ടമാകും. ഒപ്പം തന്നെ അടുത്ത 6 വർഷം മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയും ഉണ്ടാകും. അല്ലെങ്കിൽ അതാണ് നിയമം. മാത്രമല്ല, ഇനിയിപ്പോൾ മേൽക്കോടതിയിൽ പോയി ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്താൽ തന്നെ ആന്റണി രാജുവിന് ഈ അയോഗ്യത മാറിക്കിട്ടില്ല. കാരണം വിധിയല്ല, ശിക്ഷയാണ് സ്റ്റേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതായത് ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നതാകും ഇപ്പോൾ വരാനിരിക്കുന്ന ശിക്ഷാവിധി. 1996 തിരുവനന്തപുരം വെസ്റ്റിൽ നിന്നാണ് ആന്റണി രാജു ആദ്യമായി MLA ആകുന്നത്. MM ഹാസനെ ഞാൻ പ്രശാന്തിലേക്ക് മടങ്ങിയെത്താം. തീർച്ചയായിട്ടും നമുക്ക് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെ എത്തണം. അതിനു മുൻപ് നമുക്കിപ്പോൾ TP സെൻകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്.